നമസ്കാരം. SIR പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുതിയ ലിസ്റ്റ് വന്ന സമയത്ത് ഒരു വീട്ടിലെ പലരും പല ബൂത്തുകളിലേക്ക് പോകുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് എങ്ങനെ തിരികെ എത്താൻ കഴിയും എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നത് തിടുക്കപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് അന്വേഷിച്ച് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് നിലവിൽ അത്തരത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സിസ്റ്റം അല്ല അത് ചെയ്തത്, മാനുവലായിട്ട് ചെയ്തത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒരു ബൂത്തിൽ ഇത്ര പേർ മതി അല്ലെങ്കിൽ ഇത്ര പേരെ ആകാവൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആരോ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചു പേരെ അതിൽ നിന്ന് തൂക്കിയെടുത്ത് മറ്റു ബൂത്തുകൾ കൊണ്ട് പ്രതിഷ്ഠിക്കുക. യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത ഒരു അടിസ്ഥാനവും ഇല്ലാത്ത തോന്നിയവാസം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് ജനങ്ങളുടെ വോട്ടിനും അവരുടെ വോട്ടർ ലിസ്റ്റിനും യാതൊരു വിലയും കൽപ്പിക്കാതെ ഒരു ബൂത്തിൽ ഇത്ര പേരെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് ആ ബൂത്ത് ലെവൽ ഓഫീസർമാരും മറ്റുള്ളവരും കൂടെ തീരുമാനിച്ചിട്ട് കുറച്ച് ആൾക്കാരെ അവിടെ നിർത്തി മാറ്റുക. ഇത് സിസ്റ്റം മാറ്റിയതല്ല. എന്റെ അറിവ്, വിശ്വസനീയമായ അറിവ്, ഇത് സിസ്റ്റം മാറ്റിയതല്ല. ആ ബൂത്തുകളിലെ BLOമാരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന്, ചിലപ്പോൾ പാർട്ടി നേതാക്കന്മാരും മറ്റുള്ളവരും എല്ലാം കൂടി ചേർന്ന് തന്നെയാണ്, എല്ലാവരും കൂടി ചേർന്നുള്ള കളിയിൽ ആരൊക്കെ ഈ ബൂത്തിൽ നിൽക്കണം, ബാക്കിയുള്ളവർ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ചിട്ട് അവർ അങ്ങനെ മാറ്റിയതാണ്, ബൂത്തുകളിൽ നിന്ന് മാറ്റിയതാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലാണ്. ജനങ്ങളുടെ വോട്ടിന് യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത, തങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം അവർ വോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആരാണ് ഇവിടെ ഭരണത്തിൽ വരേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന നിലയിലുള്ള ധാർഷ്ട്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നത് വ്യക്തമാണ്. ഇനി ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ഉരുണ്ട് കളിക്കേണ്ട, ഇത് അതിന്റെ സത്യമാണ്. ഏതായാലും നമുക്കൊരു പരിഹാരം വേണമല്ലോ, നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ വോട്ട് ചേർക്കാൻ ഉപയോഗിച്ചത് ഫോം 6, വിദേശീയരാണെങ്കിൽ ഫോം 6 ആയിരുന്നു. ആ കൂട്ടത്തിൽ മറ്റൊരു ഫോം കൂടെ ഉണ്ടായിരുന്നു തിരുത്താൻ വേണ്ടിയിട്ട്, ഫോം 8. ഇവിടെ നമുക്ക് തൽക്കാലം അതേ മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന ആപ്ലിക്കേഷനുകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്രായോഗികമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതിലൊന്നു തന്നെയാണിത്. പലതും പല രീതിയിലാണ്, പൂർണ്ണമാണെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നതാണ്. എങ്കിലും ഇവിടെ നമുക്ക് ഫോം 8 മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫോം 8 നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടലോ, ഇനി അതല്ലെങ്കിൽ വോട്ടറിന്റെ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉണ്ടല്ലോ, ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. രണ്ടിലൂടെ നമുക്ക് ഫോം 8 തിരുത്തി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഫോം 8 എന്തിനാണെന്ന് അറിയാലോ, വോട്ടർ പട്ടികയിലെ പേര് മാറിയതിനോ താമസസ്ഥലം മാറിയതിനോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ്. ഇവിടെ ഇവർ മനഃപൂർവ്വം നമുക്കിട്ട് തന്നിട്ടുള്ള ആ പണി തിരുത്താനും തൽക്കാലം നമുക്കിത് തന്നെ ഉപയോഗിക്കാം. ആ ഫോമിൽ ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് അല്ലെങ്കിൽ താമസ സ്ഥലം മാറൽ എന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനി ഒരു മണ്ഡലത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതെന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ വളരെ വ്യക്തമായ ഫോമിൽ രേഖപ്പെടുത്തണം. ഇവിടെ ചില ഉദ്യോഗസ്ഥന്മാരും ചില രാഷ്ട്രീയ മേലാളന്മാരും കൂടി കാട്ടുകൂട്ടിയ തോന്നിയാസമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഫോം 8 നമ്മുടെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ടുള്ള കോളമില്ല. നമ്മുടെ ഏത് ബൂത്തിലാണ് നമ്മുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രേഖകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ അതിനെ സബ്ബായിട്ട് അവിടെ സൂചനകൾ, മറ്റു കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ രേഖയായി സബ്മിറ്റ് ചെയ്യുന്നത് മിക്കവാറും ആധാറായിരിക്കും. ആധാറിന്റെ ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ മുകൾ ഭാഗത്താക്കി ആധാറിന്റെ ഫോട്ടോ കോപ്പി എടുക്കുക. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ മറ്റു കുടുംബാംഗങ്ങൾ ഏത് ബൂത്തിലാണ് എന്നുള്ളത്, അവരുടെ ബൂത്തിന്റെ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി ചേർക്കുക. മാനുവലായിട്ട് തന്നെ എഴുതി ചേർത്തതിന് ശേഷം അത് ഒന്നായി സ്കാൻ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു മാർഗം. അതായത് ഒരു സൂചന കൊടുക്കുക, ഞങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടാണ് മാറേണ്ടത് എന്ന് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ട് ആ ആധാറിനൊപ്പം നമ്മൾ അപ്ലോഡ് ചെയ്താൽ ആധാറിന്റെ താഴെയായി നമ്മൾ കുടുംബാംഗങ്ങളുടെ മറ്റംഗങ്ങളുടെ ഒക്കെ ബൂത്ത് അവരുടെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് BLOയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത് എളുപ്പത്തിൽ നമ്മുടെ ആ ബൂത്തിലേക്ക് മാറ്റാൻ സഹായിക്കും, അല്ലെങ്കിൽ ബൂത്ത് ഏത് വേണം എന്ന് തീരുമാനിക്കും എന്നാണ് പറയുന്നത്. പിന്നീട് BLOമാരുടെ മനസ്സുപോലെ ഇരിക്കും. നമ്മൾ BLOയെ സമീപിച്ചു കഴിഞ്ഞാൽ BLO അതിന് വേണ്ട സഹായങ്ങൾ നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. പക്ഷെ BLOമാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ പഴയതുപോലെ വീട്ടിലുണ്ടാവൂല, അവരുടെ റൂട്ടിലും ഉണ്ടാവൂല. അവരെ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് SIRന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ സ്ഥാനത്ത് എവിടെ നിന്നാണോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ പഴയ സ്ഥാനത്ത് പോയിരുന്ന് പണിയെടുക്കുകയാണ്. അപ്പൊ അതിനിടയിൽ അവർ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഫോം 8 ഈ പറഞ്ഞതുപോലെ ഫില്ല് ചെയ്തിട്ട് അത് BLOയെ വിളിച്ചറിയിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു തോന്നലാണ്. കാരണം ഇത് നമുക്ക് BLOമാരുമായിട്ടും മറ്റുള്ളവരുമായിട്ടും സംസാരിച്ചിട്ട് കിട്ടുന്ന വിവരം മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി എഴുതിയാൽ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.